മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയും രോഹിത്തും കൂടെ ശരണയുടെ വീട്ടിൽ പോയിട്ട് ഓട്ടോയെ വന്നിറങ്ങുകയാണ്. അപ്പം സിറ്റ് ഔട്ടിൽ നമ്മുടെ കൃഷ്ണമോൾ ഇരിപ്പുണ്ട്. ഇവർ വരുന്ന കണ്ടിട്ട് കൃഷ്ണമോൾ ഒരു മൈൻഡിലായിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് അലീന വരുന്നുണ്ട്. എന്താ ഒരു മൈൻഡില്ലാതൊക്കെ ഇരിക്കുന്നത്, മുഖം എന്താ രാവിലെ തന്നെ കടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ കൃഷ്ണമോളത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ് രോഹിത്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഹലോ ഹലോ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം തിരിച്ചും ഹലോ എന്ന് പറയുന്നുണ്ട്. എന്താ ഇത്ര വലിയ കനത്തിലുള്ള ഹലോ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ്. പണ്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്ന ഉടനെ അലീന ചേച്ചി എന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കൊച്ച, ഇപ്പം ഞാൻ വന്നിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയാണ്, പണ്ടൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നോടൊന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, അന്നേരം മിണ്ടാനും കൂട്ടുകൂടാനും വേറെ ആരും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം എന്നെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പറയാതെ പോയതിൻ്റെ സങ്കടമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, മോളെ ഞാൻ അന്നേരം കണ്ടില്ല, പിന്നെ ഈ യാത്ര പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച് അച്ഛൻ സമ്മതിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയി, അന്നേരം മോളെ കണ്ടില്ല, അതുകൊണ്ടാണ് പറയാൻ പറ്റാഞ്ഞെന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ വരുന്നവരെ ചേച്ചിക്ക് വെയിറ്റ് ചെയ്യായിരുന്നല്ലോ, എന്നോട് പറയായിരുന്നല്ലോ എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആവട്ടെ, ഇനി ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കൃഷ്ണമോളെ കണ്ട് പറഞ്ഞിട്ടേ പോത്തോളെന്ന് പറയാണ്. അപ്പം എവിടെ ചേച്ചി പോയെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. അത് ഞങ്ങൾ ശരണ്യയുടെ വീട്ടിൽ പോയതാണ്. ശരണ്യയുടെ വീട്ടിലോ, എന്നിട്ട് എന്നെയും കൂടെ കൊണ്ടുപോകാൻ ഞാൻ എന്താണെന്ന് കൃഷ്ണമോള് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, ഞാനും രോഹിത്തും കൂടെ പോയി അവരോട് സംസാരിക്കാമെന്ന് വിചാരിച്ച്, ഇനി പോകുമ്പോൾ മോളെ കൊണ്ടുപോകാം എന്ന് പറയാണ്. അപ്പം ശരണ്യയുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ നന്നായിട്ട് പെരുമാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രോഹിത്ത് പറയുന്നുണ്ട്, അവരെല്ലാം നന്നായിട്ട് പെരുമാറിയത്, എന്നോട് ഒരു പിണക്കവും ഇല്ലായിരുന്നു, ചായയൊക്കെ ഇട്ട് തന്നെന്ന് രോഹിത്ത് പറയുകയാണ്. അപ്പം ശരണ്യ എങ്ങനെ ഇരിക്കുന്നു ചേച്ചി എന്ന് അലീനടുത്ത് ചോദിക്കുന്നുണ്ട്. ശരണ്യയ്ക്കും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എക്സാം വരികയല്ലേ, എക്സാം നന്നായിട്ട് എഴുതണമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനും ഞാൻ പറഞ്ഞു എന്ന് അലീന പറയാണ്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നുണ്ട്. ഇനി പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് അലീന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളുടെ പിണക്കമൊക്കെ അലീന പതുക്കെ സംസാരിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയതിന് ശേഷം അലീന എടുത്ത് പോകുന്നതിന് മുമ്പ് ബാലചന്ദ്രൻ പറഞ്ഞ കാര്യം അലീന ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പോയിട്ട് വന്നിട്ട് നിന്നെ എനിക്കൊന്ന് കാണണം, കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ബാലചന്ദ്രൻ പറഞ്ഞായിരുന്നു. ആ കാര്യം ഇങ്ങനെ അലീന ആലോചിക്കുകയാണ്. അലീന എന്നിട്ട് വിചാരിക്കുകയാണ്, അച്ഛൻ ഈ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കത്തില്ല, അച്ഛൻ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ പരമാവധി നോക്കും, ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നൊക്കെ ഇങ്ങനെ അലീന ആലോചിക്കുന്നുണ്ട്. പക്ഷേ മേഡത്തിന് കൊടുത്ത വാക്ക് അതിനി മാറ്റാൻ പറ്റത്തില്ല, ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ, ഞാൻ പോയാലേ അവർക്ക് രോഹിത്തിനും ഭവിതയ്ക്ക് കൃഷ്ണമോക്കും അവരുടെ അമ്മയെ കിട്ടത്തുള്ളൂ, അല്ലാതെ ഞാൻ ഇവിടെ ഉള്ളടം കാലം ഒരിക്കലും മേഡം തിരിച്ചു വരത്തില്ലെന്ന് അലീന അങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനെ കാണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഓരോ ജോലിയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് അലീന ചെല്ലുകയാണ്. നിങ്ങൾ വന്നോ, എന്തായി ശരണയുടെ വീട്ടിൽ പോയിട്ട് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവരൊക്കെ നന്നായിട്ട് പെരുമാറി. അപ്പം അവിടെ കോളനിക്കാരൊന്നും വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു വെച്ചാൽ അവർക്ക് ആർക്കും രോഹിത്തിനോട് വിരോധമോ ദേഷ്യമൊന്നും ഇല്ല, അവർ നന്നായിട്ടാണ് രോഹിത്തിനോട് പെരുമാറിയത്, ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങളോട് ഒരു പിണക്കവും കാണിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, അതെന്തായാലും കാര്യമായി, അവർക്ക് അവനോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടിയാലോ, പിന്നെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പം നാട്ടുകാർ അവനോട് എങ്ങനെ പെരുമാറുമെന്ന്, അതൊക്കെ ഇപ്പം മാറി കിട്ടിയല്ലോ എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതൊക്കെ ഉണ്ട്, നീ ഇവിടെ ആരോടൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നീ ഇവിടുന്ന് പോകുന്നെന്ന്, മാത്രമല്ല ഇന്നലെയാണെങ്കിൽ വൈജിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഭവിത എന്നോട് പറഞ്ഞു നീ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഇവിടുന്ന് പോകാൻ, എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അലീന ഇങ്ങനെ കുനിഞ്ഞ് നിന്നുകൊണ്ട് പറയാണ്, ഞാൻ പോകാൻ തീരുമാനിച്ചാ, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പം അലീന ഭയങ്കര സങ്കടത്തോടെ പറയാണ്, അച്ഛാ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ അച്ഛാ, ഇത്രയും നാൾ അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടില്ലയോ, ഈ കാര്യം ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കണമെന്ന് പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, എന്ത് കാര്യമാണ് ഞാൻ കേൾക്കേണ്ടത്, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണോ, അതാണോ ഞാൻ കേൾക്കേണ്ടതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്നില്ലേ അച്ഛാ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് പലർക്കും അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, ഞാൻ കാരണം ഒരു കുടുംബം തകരുന്നത് എനിക്ക് ഒരു യോജിപ്പുമില്ല, ഞാൻ പോയാലേ മാഡം തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആർക്ക് വേണം അവൾ തിരിച്ചു വരണമെന്ന് ആർക്കും ആഗ്രഹം, ആർക്കും ആഗ്രഹമില്ല, എൻ്റെ മക്കൾക്ക് പോലും ഇപ്പോൾ വലിയ ആഗ്രഹമില്ല, നിന്നെ പറഞ്ഞു വിട്ടിട്ട് അവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണമെന്ന് എൻ്റെ മക്കൾക്ക് പോലും ആഗ്രഹമില്ലെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം അലീന പറയാണ്, അതിപ്പം അവർക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പം ഞാൻ കാരണമാണ് അവർ
അമ്മ തിരിച്ചു വരാമെന്നൊക്കെ അവർക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്നേഹം പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇനി എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല, ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ട്, ഇനി ഞാൻ പറയുന്ന അച്ഛൻ കേൾക്കണം. എനിക്ക് എന്തായാലും ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. ഇനി അച്ഛൻ എന്നോട് എതിര് പറഞ്ഞാലും ഞാൻ പോവും, അച്ഛനെ ധിക്കരിക്കേണ്ടി വരുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പം നീ എന്നെ ധിക്കരിച്ചാലും പോകുമെന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്നോട് വന്ന് എന്തിനാ ഇനി പോകുന്ന കാര്യം പറയുന്നത്? നിൻ്റെ തീരുമാനം നീ എടുത്തു കഴിഞ്ഞ്, ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനല്ല അച്ഛാ, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ഓരോ പ്രശ്നം ഉണ്ടാവും, നിങ്ങളുടെ കുടുംബജീവിതം നശിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആരുടെ കുടുംബജീവിതം? എൻ്റെ കുടുംബജീവിതം പണ്ടേ തകർന്നു കഴിഞ്ഞതാണ്. പിന്നെ നീ പോയി കഴിഞ്ഞാൽ അത് ബാക്കിയും കൂടെ പൂർണ്ണമാവും, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം ഞാൻ എന്തായാലും പോവും, ഇനി ഞാൻ മാഡത്തിന് വാക്ക് കൊടുത്തതാണ്, അപ്പം അതുകൊണ്ട് ആ വാക്കിനി മാറ്റാൻ പറ്റത്തില്ലെന്ന് അലീന പറയുന്നുണ്ട്. ഓ, നീ മാഡത്തിന് വാക്ക് കൊടുത്ത്, ഞാൻ നിൻ്റെ ആരാ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എൻ്റെ അച്ഛനല്ലേ എന്ന് അലീന പറയുന്നുണ്ട്. ആ, ഞാൻ നിന്നെ മകളായിട്ടാണ് സ്നേഹിച്ച് ഇത്രയും നാളും കൂടെ കൂട്ടിയത്, സ്വന്തം മകളെപ്പോലെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീയോ, നീ എന്നെ ഒരു അച്ഛനെ പോലല്ല കണ്ടത്. ഞാൻ നിനക്ക് അച്ഛനായിരുന്നെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നോ? ഇങ്ങനൊരു തീരുമാനം എടുക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല. ഞാൻ നിൻ്റെ സ്വന്തം അച്ഛനല്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഞാൻ നിൻ്റെ ആരുമല്ലെന്നും നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ച് പോകാൻ നീ തയ്യാറായത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത നീ ഇനി എന്ത് പറയാനാണ് ഇവിടെ നിൽക്കുന്നത്? പൊക്കോളാൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛാ എന്നോട് അങ്ങനൊന്നും പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഭയങ്കര സങ്കടത്തോടെ കരയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലയോ, ഇനി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നിന്നെ എൻ്റെ മകളായിട്ട് കണ്ട് സ്നേഹിച്ചതാണ്, പക്ഷേ നിനക്കൊരിക്കലും ഞാൻ നിൻ്റെ അച്ഛനല്ലായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി. ഇനി ഒന്നും സംസാരിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അലീനെ പറഞ്ഞു വിടുകയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് അലീന പോകുന്നത്. അതുപോലെ തന്നെ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബാലചന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല. അലീന അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ബാലചന്ദ്രനെ വിട്ടു പോകുന്ന കാര്യം ബാലചന്ദ്രന് ആലോചിക്കാൻ പോലും വയ്യ. അത്രയ്ക്ക് സങ്കടം വരുന്നുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ബാലചന്ദ്രൻ തന്നെ മകളായിട്ട് കണ്ടതെന്നും ഞാൻ അച്ഛനായിട്ടല്ല കണ്ടതെന്നൊക്കെ പറഞ്ഞത് അലീനയെ ഭയങ്കര സങ്കടത്തിലാക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ രോഹിത്താണെങ്കിൽ നമ്മുടെ ബബിതയും അതേപോലെ കൃഷ്ണമോളുമായിട്ട് ഇന്ന് സംസാരിക്കുകയാണ്. ഇവരും സംസാരിക്കുന്നത് അലീന പോകുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ ബബിതയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് സംസാരിച്ചോ, ശരണ്യ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രോഹി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ശരണ്യയോട് ഞാൻ ക്ഷമ അയച്ച്. അപ്പോൾ എന്തിനാ അലീന ചേച്ചി ഇപ്പോൾ രോഹിയേട്ടനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് ചോദിക്കുന്നുണ്ട് ബബിത. അത് ഇനി ശരണ്യയുടെ പഠിത്ത കാര്യങ്ങളെല്ലാം അലീന ചേച്ചി നോക്കിക്കൊള്ളാമെന്ന്. പിന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോയാലും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് എന്നെ അവിടെ കൊണ്ടുപോയി അവരുമായിട്ട് പരിചയപ്പെടുത്തി സംസാരിച്ചത്. അപ്പം ശരണ്യയ്ക്ക് വേണ്ടുന്ന പഠിത്തത്തിനുള്ള കാശ് ഞാൻ കൊണ്ടു ചെന്നാലും അത് വേണ്ടാന്ന് വെക്കല്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തെന്ന് പറയാണ്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചേച്ചി പറഞ്ഞോ? അങ്ങനാണെങ്കിൽ ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് ഉറച്ച തീരുമാനം എടുത്തുണ്ടല്ലോ രോഹിയേട്ടാ എന്ന് ബബിത പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നി ചേച്ചി, ഈ പ്രാവശ്യം അലീന ചേച്ചി ഉറച്ച തീരുമാനം തന്നെ, അച്ഛൻ പറഞ്ഞാലും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ രോഹി പറയാണ്, ചേച്ചി അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് എന്നെയും കൊണ്ട് ശരണയുടെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് രോഹി പറയുന്നുണ്ട്. അപ്പം ബബിത പറയാണ്, അച്ഛൻ്റെ മോളല്ലേ അലീന ചേച്ചി, അപ്പം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അലീന ചേച്ചിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അച്ഛൻ എന്തായാലും അലീന ചേച്ചിയെ അങ്ങനെ പറഞ്ഞു വിടത്തില്ല. ഇത് കേൾക്കുമ്പോൾ രോഹി പറയാണ്, അതിന് അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ബബിതയെ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. കൃഷ്ണമോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ട്. കൃഷ്ണമോളും രോഹി ഇതെങ്ങനെ അറിഞ്ഞെന്നുള്ളൊരു ഞെട്ടലിരിക്കുകയാണ്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടൻ എന്താ ഈ പറയുന്നത്? അച്ഛൻ്റെ മോളല്ലേ അലീന ചേച്ചി? അപ്പം രോഹി പറയാണ്, അല്ല, അച്ഛൻ്റെ മോളല്ല അലീന ചേച്ചി. അപ്പം ബബിത പറയാണ്, ആ രോഹിയേട്ടനോട് ഇതൊക്കെ ആരാ ഈ പറഞ്ഞു തന്നെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്നോട് അലീന ചേച്ചി തന്നെയാണ് പറഞ്ഞത്. അലീന ചേച്ചിയോ? അലീന ചേച്ചി രോഹിയേട്ടനോട് പറഞ്ഞോ ഞാൻ അച്ഛൻ്റെ മോളല്ലെന്ന്? വെറുതെ ചുമ്മാതെ പറയില്ലെന്ന് ബബിത പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രോഹി പറയാണ്, ഞാൻ ചുമ്മാ പറയുകയല്ല, ഞങ്ങൾ അന്ന് മാനേജറിനെ കാണാൻ പോയല്ലോ, അന്ന് ചേച്ചി തന്നെയാണ് മാനേജർ അച്ഛനോട് പറഞ്ഞത് ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ല എന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചേച്ചിയോട് സംസാരിച്ചത്. അപ്പം ചേച്ചിയും എന്നോട് പറയുന്നുണ്ട് അച്ഛൻ്റെ മകളല്ല ചേച്ചിയെന്ന്. പക്ഷേ ചേച്ചിയുടെ അച്ഛനെയും അമ്മയും ചേച്ചിക്കറിയാം. അപ്പം ബബിതയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞ് ചോദിക്കുകയാണ്, അപ്പം അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രോഹിയാണെങ്കിൽ പറയാണ്, ഞാൻ ആ കാര്യം ചേച്ചിയെടുത്ത് ചോദിച്ചു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ മോളല്ല, പക്ഷേ
നമ്മളുമായിട്ട് ചേച്ചിക്ക് രക്തബന്ധമുണ്ടെന്ന് പറഞ്ഞ് അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ ആകപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം കാര്യങ്ങളെല്ലാം കൃഷ്ണമോൾക്ക് അറിയാം. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ഈ രോഹിട്ടൻ പറയുന്നത്? നമ്മുടെ അച്ഛൻ്റെ മോളല്ല, പിന്നെ നമ്മളുമായിട്ട് എങ്ങനെ രക്തബന്ധം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ആകപ്പാടെ എന്ത് പറയണമെന്നുള്ള ഒരു അവസ്ഥ ഇരിക്കുകയാണ്. സത്യങ്ങൾ അറിയാവുന്ന കൃഷ്ണമോൾ ആകപ്പാടെ ധർമ്മസങ്കടത്തിലാവുകയാണ്. ഇവരോട് ഇനിയിപ്പോൾ എന്ത് പറയും, ഇനി സത്യം പറയണോ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിലിരിക്കുകയാണ്. രോഹിയേട്ടനോടും ബബിത ചേച്ചിയോട് സത്യം പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ആലോചിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചി എന്നുള്ള കാര്യം അറിഞ്ഞ ബബിതയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ബബിതയാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് രോഹിയുടെ അടുത്ത് വീണ്ടും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹി പറയുന്നുണ്ട്, ഞാൻ ചുമ്മാതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രോഹി പറയുന്നുണ്ട്, പക്ഷേ ചേച്ചി പറയുന്നത് നമ്മളുമായിട്ട് ചേച്ചിക്ക് രക്തബന്ധമുണ്ടെന്ന്, അത് എങ്ങനെയാണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ അതിനെക്കുറിച്ചിരുന്ന് സംസാരിക്കുകയാണ്.